നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലെടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ജലപാത പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാനിയൻ വൈദ്യുത നിലയങ്ങളെ അമേരിക്ക ആക്രമിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് പുതിയ മുന്നറിയിപ്പ്. നെതർലാൻഡ്സിനെതിരായ ഇസ്രായേലി ആക്രമണത്തിന് ശേഷം ഇറാൻ ഇസ്രായേലിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തി. ശനിയാഴ്ച ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലി നഗരങ്ങളായ അരാഡിലും ഡിമോണിയിലും ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ നെതർലാൻഡ്സിനു നേരെ അമേരിക്കയും ഇസ്രായേലും ഇന്നലെ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ അരാഡിലും ഡിമോണിയിലും നടന്ന മിസൈൽ ആക്രമണം ഇതിനുള്ള പ്രതികാരമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ വളരെ സെൻസിറ്റീവ് ആണവ ഗവേഷണ കേന്ദ്രം ഡിമോണ നഗരത്തിലാണെന്നതാണ് ശ്രദ്ധേയം. ഡിമോണയുടെ വിവിധ ഭാഗങ്ങളിലായി 100-ലധികം പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഡിമോണയിൽ ഇറാനിയൻ മിസൈൽ പതിക്കുന്നതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. ബങ്കറുകളിലേക്ക് ഓടുന്നതിനിടെ മിസൈൽ ശകലങ്ങൾ കൊണ്ടായിരുന്നു മിക്കവർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ ഒരാൾ 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം നെഗേവ് ആണവ ഗവേഷണ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. മേഖലയിലെ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ അസാധാരണമായ വികിരണ അളവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് IAEA അറിയിച്ചു. ഏജൻസി സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട ബ്രിട്ടന്റെ ന്യൂക്ലിയർ സജ്ജീകരണങ്ങളുള്ള അന്തർവാഹിനി അറബിക്കടലിൽ വിന്യസിച്ചതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. ടോമാഹോക്ക് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളുള്ള HMS ആൻസൺ എന്ന ആണവ അന്തർവാഹിനിയാണ് നോർത്ത് അറബിക്കടലിൽ വിന്യസിച്ചിട്ടുള്ളത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും ഇറാന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തുവാൻ ഇതുവഴി ബ്രിട്ടന് കഴിയും. ഹോർമോസിൽ കപ്പലുകളെ തകർക്കുന്ന ഇറാന്റെ മിസൈലുകളെ ആക്രമിക്കുവാൻ US സൈനികർക്ക് ബ്രിട്ടൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കുവാൻ അനുമതി നൽകിയിരുന്നു. നേരത്തെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കുവാൻ അനുവദിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന പ്രധാനമന്ത്രി ആദ്യം നിരസിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടന്റെ സഖ്യകക്ഷികൾക്ക് നേരെ പശ്ചിമേഷ്യയിൽ ഇറാൻ ആക്രമണം നടത്തിയതോടെ ബ്രിട്ടൻ തീരുമാനം ഭയപ്പെടുത്തുകയായിരുന്നു. പിന്നീട് USന്റെ RAF ഫയർഫോഴ്സും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US-UK സംയുക്ത താവളമായ ഡിഗോ ഗാർഷിയും ഉപയോഗിക്കാൻ അദ്ദേഹം അറിയിപ്പ് നൽകിയിരുന്നു. ഡിഗോ ഗാർഷിയയിലേക്ക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച ഇറാൻ സംഘർഷം ആരംഭിച്ച ശേഷം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് ഇറാൻ ആക്രമിക്കുന്നത് ആദ്യമായാണ്. 2 മിസൈലുകളാണ് ഡിഗോ ഗാർഷിയയിലെ US-UK സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടെത്തിയത്. ഒരു മിസൈൽ പറക്കുന്നതിനിടെ തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റൊന്നിനു നേരെ US യുദ്ധക്കപ്പലിൽ നിന്നും SM-3 ഇന്റർസെപ്റ്റർ പ്രയോഗിച്ചു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് ആക്രമണമെന്നത് വ്യക്തമല്ല. ഇറാനിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയാണ് ഈ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ സംബന്ധിച്ച മിസൈൽ പരിധിക്കും അപ്പുറമാണിത്. തങ്ങളുടെ മിസൈലുകളുടെ പരിധി 2000 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ മാസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UKയിൽ ഭക്ഷ്യവില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. അടുത്ത 6 ആഴ്ചയ്ക്കുള്ളിൽ കക്കിരി, തക്കാളി തുടങ്ങിയ പച്ചക്കറികളുടെ വില ഉയരുവാൻ സാധ്യതയുണ്ടെന്നും മറ്റു വിലകളുടെയും പാലിന്റെയും വില 3 മുതൽ 6 മാസത്തിനുള്ളിൽ വർദ്ധിക്കുമെന്നും NFU പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാൻ ഹോർമോസ് കടലിടുക്ക് തുടർച്ചയായി ഉപരോധിച്ചതിനെ തുടർന്ന് ഇന്ധനത്തിന്റെയും വളത്തിന്റെയും വില വർദ്ധിച്ചതാണ് പ്രധാന കാരണം. ഭക്ഷ്യ ഉൽപാദനത്തിൽ നിർണായകമായ ഘടകങ്ങളുടെ ചെലവ് കൂടുന്നത് മുഴുവൻ വിതരണ ശൃംഖലയെയും ബാധിക്കും. സംഘർഷം ജീവിത ചെലവിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് അടുത്ത ആഴ്ച മന്ത്രിമാരുടെ അടിയന്തര യോഗവും ഉണ്ടാകും. സൺബെഡുകൾ പുകവലിക്ക് തുല്യ അപകടമെന്ന തെറ്റായ അവകാശവാദം പിൻവലിച്ച് DHSC. സൺബെഡുകൾ പുകവലിക്ക് തുല്യമായ അപകടമെന്നാണ് ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. ഈ താരതമ്യം ആരോഗ്യ സെക്രട്ടറി NHS ഇംഗ്ലണ്ട് എന്നിവർ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഫാക്ട് ചെക്കിംഗ് സംഘടനയായ ഫുൾ ഫാക്ട്സ് ഈ അവകാശവാദം തെറ്റാണെന്ന് വ്യക്തമാക്കി. ഇത്തരം തെറ്റായ വിവരങ്ങൾ പുകവലിയുടെ അപകടം കുറച്ചു കാണിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകി.
പുകവലിയും സൺബെഡുകളും ക്യാൻസർ ഉണ്ടാക്കുന്നുവെങ്കിലും അപകടനില ഒരേപോലെയല്ല. ക്യാൻസർ റിസർച്ച് യുകെയുടെ കണക്കുകൾ പ്രകാരം യുകെയിൽ സൺബെഡുകളെ അപേക്ഷിച്ച് ഏകദേശം 80 മടങ്ങ് കൂടുതൽ ക്യാൻസർ കേസുകൾക്ക് കാരണം പുകവലിയാണ്. സൺബെഡുകളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളും പുകവലിയും ഗ്രൂപ്പ് 1 കാറ്റഗറിയിൽ പെടുന്നു. അതായത് രണ്ടും ക്യാൻസർ സൃഷ്ടിക്കുവാൻ ശക്തമായ തെളിവുണ്ട്. അതുകൊണ്ട് രണ്ടും ഒരേ തോതിൽ കേസുകൾ ഉണ്ടാക്കുമെന്ന് അർത്ഥമില്ല. പുകവലിക്ക് ക്യാൻസറിൽ വളരെ വലിയ സ്വാധീനമാണ് ഉള്ളതെന്നും ക്യാൻസർ റിസർച്ച് യുകെയിലെ ആരോഗ്യ വിവര വിഭാഗ ഡോക്ടർ ക്ലെയർ നൈറ്റ് പറഞ്ഞു. മാർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റെഗുലേഷൻ ഓഫീസ് ഇടപെട്ടതിന് ശേഷമാണ് DHSE അവരുടെ പ്രസ്താവനയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും തിരുത്തിയത്. പൊതുസ്ഥാപനങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകുവാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുള്ള രീതിയിൽ വിവരങ്ങൾ ഉപയോഗിക്കരുതെന്നും OSR പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. യുകെയിലെ ആദ്യകാല മലയാളി വൈദികരിൽ ഒരാളായ ഫാദർ ജോസഫ് നരിക്കുഴി അച്ഛന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ മാർച്ച് 24, 25 തീയതികളിലായി നടക്കും. മാർച്ച് 24 ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് പൊതുദർശനവും തുടർന്ന് വിശുദ്ധ കുർബാനയും നടക്കും. രാത്രി 8:30 സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് സ്ട്രാമിക്കൽ മുഖ്യ കാർമ്മികനായുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തപ്പെടും. മാർച്ച് 25 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന കുർബാനയിൽ ബിഷപ്പ് ഡേവിഡ് ഇവൻസ് മുഖ്യ കാർമ്മികനായിരിക്കും. കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് 4:30 വരെ ദേവാലയത്തിൽ പൊതുദർശനത്തിനുള്ള സൌകര്യവും ഉണ്ടായിരിക്കും. ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഹാർബർഡ് റോഡിലെ ഡൊമിനിയൻ കാർ പാർക്കിന്റെ താഴത്തെ നിലയിൽ സൌജന്യ പാർക്കിംഗ് സൌകര്യം ചൊവ്വാഴ്ച വൈകിട്ട് 6 മുതൽ രാത്രി 9:30 വരെയും ബുധനാഴ്ച രാവിലെ 11 മുതൽ 4 മണി വരെയും ലഭ്യമായിരിക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഫെബ്രുവരി 21-നാണ് ഫാദർ ജോസഫ് നരിക്കുഴി അച്ഛൻ നിര്യാതനായത്. 86 വയസ്സായിരുന്നു. ബർമിംഗ്ഹാമിലെ വൈദിക മന്ദിരത്തിൽ വെച്ചായിരുന്നു അന്ത്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ ഒരു പ്രവൃത്തി ദിവസം മാത്രം ബാക്കി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രമുഖ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മാർച്ച് 15-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 6 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് പത്രിക സമർപ്പിക്കാനായി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത്. ചൊവ്വാഴ്ചയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസവും അന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നുണയൻ MV ഗോവിന്ദനാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീണ ജോർജിന്റെ കഴുത്ത് ഞെരിച്ചെന്ന പെരുന്നുണ പറഞ്ഞയാളാണ് MV ഗോവിന്ദനെന്നും മറ്റാരെങ്കിലും ഇങ്ങനെ നുണ പറയുമോ എന്നും VD സതീശൻ ചോദിച്ചു. ആ നുണയാണ് നൊബേൽ സമ്മാനത്തിന് അയക്കേണ്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മറ്റാർക്കും കിട്ടില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. VD സതീശൻ നൊബേൽ സമ്മാനത്തിനായി നുണ പറയുകയാണെന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.